ജനുവരി 30-നാണ് ഗായകൻ വിജയ് മാധവും നടി ദേവിക നമ്പ്യാരും തങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിനെ വരവേറ്റത്. മോളാണ് ജനിച്ചത് എന്ന് ദേവികയും വിജയും വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ താരദമ്പതികൾ തങ്ങളുടെ മകളുടെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദേവികയും വിജയും മകൾക്ക് നൽകിയ പേര് ഓം പരമാത്മ എന്നാണ്. കുഞ്ഞിന്റെ ജനനത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം വിളിക്കുന്നവരെല്ലാം കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് ചോദിക്കാറില്ലെന്നും എല്ലാവർക്കും അറിയേണ്ടത് കുഞ്ഞിന്റെ പേരാണെന്നും ദേവികയും വിജയും പറഞ്ഞു. അതുകൊണ്ടാണ് കുഞ്ഞിനെ 28 ദിവസം തികയുന്നതുവരെ കാത്തിരിക്കാതെ ഇപ്പോൾ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് വിജയ് ഒരു പുതിയ വീഡിയോയിൽ പറഞ്ഞത്. ദേവികയും വിജയും മൂത്ത കുട്ടിക്ക് ആത്മജ മഹാദേവ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അതിന്റെ പേരിൽ ഇരുവർക്കും ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ചില പ്രശ്നങ്ങൾ കാരണം ഡിസ്ചാർജിന്റെ തലേ ദിവസം ജനന സർട്ടിഫിക്കറ്റ് എഴുതാൻ കുഞ്ഞിന്റെ പേര് പറഞ്ഞു കൊടുത്തിരുന്നു. ദേവികയ്ക്ക് ശബ്ദത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ചു നാളായി വോയിസ് റെസ്റ്റിലാണ്. അതുകൊണ്ടാണ് വീഡിയോയിൽ അധികം സംസാരിക്കാത്തത്. പ്രസവത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം എൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എന്തിനേറെ എൻ്റെ സ്വന്തം സഹോദരി പോലും കുട്ടി ആണോ പെണ്ണോ എന്ന് എന്നോട് ചോദിച്ചില്ല. എന്താണ് പേര് നൽകിയതെന്നാണ് ചോദിച്ചത്. ആശുപത്രിയിൽ പോലും എല്ലാവരും ചോദിച്ചു. പ്രസവത്തിന് മുമ്പ് ഞാൻ പരിശോധനയ്ക്ക് വന്ന സമയം മുതൽ കുട്ടിക്ക് എന്ത് പേരിടുമെന്ന് എന്നോട് ചോദിച്ചിരുന്നു. കുട്ടിയുടെ പേര് അറിയാൻ ആളുകൾക്ക് ഇത്രയധികം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആദ്യത്തെ കുട്ടിക്ക് പേരിട്ടപ്പോഴുള്ള ബഹളം മൂലമാണ് ഇപ്പോഴത്തെ കൗതുകം എന്ന് എനിക്കറിയാം. പേരുകൾ ഒന്നും ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതുമല്ല, എൻ്റെ ദർശനത്തിൽ വന്നതാണ്. എൻ്റെ ചിന്തകളിൽ ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടി ആണോ പെണ്ണോ എന്ന് എനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു. ഇത്തവണയും എൻ്റെ മനസ്സിൽ വന്ന പേര് ഞാൻ നൽകുന്നു. ദേവികയോട് ഞാൻ നേരത്തെ പേര് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ ദേവിക അത് ആത്മജയ്ക്ക് മുകളിൽ പോകുമല്ലോ എന്നാണ് പറഞ്ഞത് എന്നാണ് വിജയ് മാധവ് പറഞ്ഞത്.